ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. സത്യം പറഞ്ഞാൽ കുറേ ആയിട്ട് ഫുള്ളായിട്ടൊരു വീഡിയോസ് ഇട്ടിട്ട് ഷോർട്സ് വീഡിയോസ് തന്നെ ഇട്ടിട്ട് ഫുള്ളായിട്ടൊരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാനും ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഷോർട്സ് വീഡിയോസ് പറഞ്ഞാൽ പെട്ടെന്ന് കഴിയല്ലേ. അപ്പോൾ തന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മക്രോണിയും പഴുത്ത മാങ്ങയൊക്കെ വെച്ചിട്ട് പായസം റെഡിയാക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അടൻ്റെ രൂപത്തിലാക്കിയിട്ട് അടപ്പായസം വെക്കൂലേ, അപ്പോൾ അതിൻ്റെ രൂപത്തിലാക്കിയിട്ട് ഇതേ വലുപ്പത്തിൽ ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ പഴുത്ത മാങ്ങ എടുക്കുക, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പൾപ്പ് മാത്രം എടുത്തിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം 3 മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് 3 എടുത്തത്. അപ്പോൾ വലിയ മാങ്ങയ്ക്കാണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. പിന്നെ മധുരമുള്ള മാങ്ങനെ എടുക്കാൻ നോക്കുക. ഇനി നെയ്യിലേക്ക് മാങ്ങൻ്റെ പൾപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി മാങ്ങ പിന്നെ വേവിക്കുന്നില്ല, അപ്പോൾ ഇതിൽ കിടത്തിയിട്ട് തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ നെയ്യിൽ കിടന്നിട്ട് മാങ്ങൻ്റെ സ്മെല്ലൊക്കെ മാറി വരും. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നല്ലൊരു സ്മെല്ല് വരും. അതുവരെ മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ആ പഞ്ചസാരയോട് ഇട്ട് കൊടുത്തിട്ട് മെൽറ്റ് ആകുവോളം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നെയ്യ് ഈ മാങ്ങയിൽ നിന്ന് തെളിഞ്ഞ് വരും. അതുവരെ ആക്കി കൊടുക്കുക. പിന്നെ ഈ മാങ്ങയുടെ കളറൊന്ന് ചേഞ്ച് ആവുകയും ചെയ്യും. അപ്പോൾ അത്രയും വരെ ഇത് മിക്സ് ആക്കി കൊടുക്കുക. പിന്നീട് ഈ മാങ്ങ വേവിക്കുന്നില്ല കേട്ടോ. ഇനി ഇതാ മാങ്ങൻ്റെ പൾപ്പുണ്ടല്ലോ, അത് കോരി മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ആ പാനെ കഴുകിയിട്ട് അതിലേക്ക് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പാലിലേക്ക് വലിയ മാങ്ങയാണ് 2 എടുക്കുക, മധുരമുള്ള എടുക്കുക. ചെറുതാണെങ്കിൽ 3 മാങ്ങ വരെ എടുക്കുക കേട്ടോ. പിന്നെ ഇതാ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരൻ്റെ അളവൊക്കെ നിങ്ങൾ മാങ്ങൻ്റെ പുളിക്കനുസരിച്ചും നമ്മൾ പായസം എത്രയും ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടും മധുരമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയം മക്രോണി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഒരു പിഞ്ച് ഉപ്പും അതേപോലെ 2-3 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുക. മിക്സ് ആക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മക്രോണി ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സോഫ്റ്റ് ആവുന്ന വരെ വേവിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും ചെയ്യും. എന്നിട്ട് ഈ പാലിലേക്ക് തിളച്ച സമയത്ത് മക്രോണി ഇട്ട് കൊടുക്കുക. അപ്പോൾ മക്രോണി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ അത് കോരി മാറ്റിയിട്ട് കുറേ ടൈം വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ പാലിലേക്ക് മക്രോണി ഇട്ട് കൊടുത്തിട്ട് ഇതാ തിളച്ചിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം പാല് മുകളിലും മക്രോണി അടിയിലായിട്ട് നിൽക്കരുത്. രണ്ടും സെറ്റായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സെറ്റായിട്ട് ഒരേപോലെ നിൽക്കണം. എന്നാലേ പായസം കറക്റ്റ് രൂപത്തിലായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പാലും മക്രോണിയൊക്കെ ഒരേ ലെവലിലായിട്ട് സെറ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നീ തീ ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മിക്സ് ആക്കി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മിക്സ് ആക്കാതെ അങ്ങനെ തുറന്ന് വെക്കരുത്, അല്ലെങ്കിൽ അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇനി മാങ്ങയും തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ പാല് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലിലേക്ക് 4 മാങ്ങ എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലിലേക്ക് വലുതാണെങ്കിൽ 2 മാങ്ങ, ചെറുതാണെങ്കിൽ 3 മാങ്ങ അങ്ങനെ എടുത്തു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്ത മാങ്ങൻ്റെ അളവ് കൂടുതലല്ലേ, അപ്പോൾ അതിനായിട്ട് 2 കപ്പ് പാലും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി അതല്ല 1 ലിറ്റർ പാലിലേക്ക് 2 മാങ്ങൻ്റെ പൾപ്പോ അതല്ല 3 മാങ്ങൻ്റെ പൾപ്പാണ് എടുത്ത് വെച്ചവരെങ്കിൽ കറക്റ്റ് ആ പായസത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൽ മിക്സ് ആക്കിയിട്ട് തിരിച്ചൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം കൂടുതൽ മാങ്ങ ഉള്ളത് കൊണ്ടാണ് എക്സ്ട്രാ പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂടുള്ള പാലിലേക്ക് പിന്നെ അതേപോലെ മാങ്ങൻ്റെ പൾപ്പ് ചേർത്ത് കൊടുത്താൽ പാല് പിരിഞ്ഞ് പോവും. ചിലപ്പോൾ എത്ര പുളിയില്ല എന്ന് വെച്ചാൽ മാങ്ങ ആയാലും കൂടിയിട്ട് മാങ്ങ ചേർത്ത് കൊടുത്താൽ പാല് പിരിഞ്ഞ് പോവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ അതേപോലെ മാങ്ങ നന്നായിട്ട് തണുക്കണം. അതേപോലെ പാലിൻ്റെ ആ മിക്സും നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം വേണം രണ്ടും മിക്സ് ആക്കി കൊടുക്കാൻ. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇനി ഈ സമയം കട്ടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാങ്ങൻ്റെ പൾപ്പ് എടുത്തിട്ട് ഇതേപോലെ നെയ്യിലാക്കിയിട്ട് പഞ്ചസാരയും ചേർത്ത് ചെറിയ ചൂട് കൊടുക്കാൻ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ പാല് തിളപ്പിച്ചിട്ട് ചെറിയ ചൂട് കൊടുക്കുന്ന പാലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാം ക്രഷ് ചെയ്തതാണ്. അപ്പോൾ ബദാമിന് പകരമായിട്ട് വാൽനട്ടോ കാഷ്യൂനട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നെയ്യിൽ കാഷ്യൂനട്ടും കിസ്മിസും വറുത്തൊഴിക്കൂലേ, അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കട്ടോ. പിന്നെ ഇത് കുടിക്കുന്ന സമയത്ത് ചെറു ചൂട് കൊടുക്കണേ കഴിക്കട്ടോ. ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക, നന്നായിട്ട് ചൂടാക്കരുത്, ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ മാങ്ങൻ്റെയും ചക്കൻ്റെയൊക്കെ സമയമല്ലേ ഇപ്പോൾ. അപ്പോൾ ഉള്ളവർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും.